على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. قال الله عز وجل. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാർ, ഉമ്മപ്പെങ്ങന്മാർ, മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥിനികൾ, നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഉറൂസ് വാർഷികത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി തരുമാറാകട്ടെ. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പടക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നിഷ്കളങ്കമായ മനസ്സോടുകൂടെ ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ അവന്റെ ആയുസ് തീരുന്ന സമയത്ത് അവൻ ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവൻ എങ്ങനെയാണോ വന്നത് അതേപോലെ പോകുന്നതാണ് അവന്റെ ആഖിറത്തിലുള്ള വെളിച്ചത്തിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എത്രത്തോളം നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നന്മകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്നെല്ലാം അകന്നു നിന്ന് സൃഷ്ടാവായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അതൊക്കെയും കാരണമായി ചില മോശമായ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മളിൽ നിന്ന് ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ആ തെറ്റുകൾ സംഭവിച്ച ഉടനെ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരികയും അവനോട് നമ്മൾ പൊരുത്തപ്പെടിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൊരുത്തപ്പെടുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനാകുമ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അവനിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുക എന്നുള്ളത് സഹജമാണ്. എന്നാൽ ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ അത് ചെയ്യണ്ട എന്ന് തോന്നിയെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാതെ ആ തെറ്റുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്
നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാകണം. കാരണം ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അതൊരു ശാശ്വതമായ ജീവിതം അല്ല. മറിച്ച് മുഅ്മിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് പ്രകാരം നമുക്കൊരു ലോകം കൂടി വരാനുണ്ട്. അതാണ് ആഖിറം എന്ന് പറയുന്ന ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ആഖിറം എന്ന് പറയുന്ന ലോകമാണ് ഖൈർ, അത് തന്നെയാണ് ശാശ്വതമായി നിലനിൽക്കുന്ന ലോകം. ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി നാളെ ആഖിറത്തിന് വേണ്ടി, അതായത് അവൻ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ ജീവിക്കുകയാണ് എങ്കിൽ അവന്റെ എല്ലാ സമയങ്ങളും അവനിക്ക് കഴിവിന്റെ പരമാവധി നാളെ ആഖിറത്തിന് വേണ്ടി അവന്റെ ഈ ദുനിയാവിലുള്ള സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അവനാണ് ഈ ദുനിയാവിൽ ഏറ്റവും ബുദ്ധിമാനായ ആൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പറയുമ്പോൾ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹു പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കിയ അല്ലാഹുവിന്റെ ഔലിയാക്കളില്ലേ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്ക് ഭയമില്ല കേട്ടോ, അവർക്ക് ദുഃഖവും ഇല്ല. ഖുർആനിന്റെ വിശദീകരണങ്ങൾ, തഫ്സീറുകൾ എഴുതുന്ന പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ്, ഖൗഫ് അതേപോലെ ഹുസ്ന് എന്ന് പറയുന്ന പദങ്ങൾ, ഭയം എന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ടെൻഷനാണ് ഭയം എന്ന് പറഞ്ഞാൽ. അതേപോലെ ദുഃഖം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലങ്ങളിലുണ്ടായ വളരെ വേദനാജനകമായ വിഷയങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപം, അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ടെൻഷനാണ് ദുഃഖം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഔലിയാക്കൾക്ക് ഇല്ല. അവർക്ക് കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഒരു ഭയവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഭയവും ഇല്ല. അതായത് അത്രത്തോളം സംശുദ്ധമായ ജീവിതം നയിച്ച ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ഈ തഫ്സീർ, ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നു, വലിയ്യ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഓരോരുത്തരെയും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ വലിയ്യ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അവിടുന്ന് തഫ്സീറിന്റെ പണ്ഡിതന്മാര് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന് ശേഷം പറയുന്നു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വസിച്ച ആളുകളാണവര്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചവരാണ് അവര്. അവർക്ക് തഖ്വയുണ്ടായിരുന്നു. അതായത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ടാണ് അവർ അത്രത്തോളം ഉന്നതമായ പദവിയിലേക്ക് എത്തിയത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ?
അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുമുല്ലദീന യുദ്കറുല്ലാഹു തആലാ ബിറുഇയതിഹിം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ അള്ളാന്റെ ഓർമ്മയാകും. അവരാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആ ആളുകളെ കാണുമ്പോ അള്ളാഹുവിനെ ഓർമ്മയാകും. അതാണ് നമ്മൾ മഖ്ബറകളെ കാണുമ്പോ, മഖ്ബറയുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആ മഖ്ബറയെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഔലിയാക്കളുടെ അടുത്തേക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണ് ദ്വാരക്കാൻ വേണ്ടി പോകുന്നത്? അവരുടെ തവസ്സുലാക്കി നമ്മൾ ദ്വാരക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കതാ പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വലിയനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ആരെങ്കിലും എന്റെ വലിയനെ ബുദ്ധിമുട്ടിച്ചാൽ, എന്റെ വലിയനെ വേദനിപ്പിച്ചാൽ, എന്റെ വലിയന് വേദനിക്കുന്ന ഒരു കാര്യം ചെയ്താൽ അവനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വമാ തഖറബ ഇലയ്യ അബ്ദീ ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. ഒരാള് ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഫർളാക്കിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് എന്നിലേക്ക് അവൻ ഏറ്റവും അടുക്കുന്നത്. വമാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. ഒരാള് സുന്നത്തായ കാര്യങ്ങള്, സുന്നത്ത് നിസ്കാരങ്ങള്, സുന്നത്ത് നോമ്പുകള്, ഇങ്ങനെയുള്ള സുന്നത്തുകൾ ഒരുപാട് ചെയ്തപ്പോൾ അവനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നവനാവുകയാണ്, അവനോടുള്ള സ്നേഹം എന്നിൽ വരികയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടിയാൽ ഫൈദാ അഹ്ബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ. പിന്നെ അവൻ കേൾക്കുന്നതായ അവന്റെ ചെവി അത് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ അർത്ഥം, അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ കാവലായിരിക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. ഒരുപാട് ഫർളുകൾ അല്ലാഹു തആല നമ്മുടെ മേലിൽ ഫർളാക്കിയിട്ടുണ്ട്. ആ ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, അതേപോലെ സുന്നത്തായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഇത് കൃത്യമായി ചെയ്താൽ അല്ലാഹുവിന്റെ സ്നേഹം, അല്ലാഹുവിന്റെ മഹബ്ബത്ത് ഒരാൾക്ക് കരസ്ഥമാവുകയാണ്. അങ്ങനെ കരസ്ഥമായി കഴിഞ്ഞാൽ, ഒരാൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ അവന്റെ ഓരോ പ്രവർത്തനങ്ങളും അത് അല്ലാഹു നിയന്ത്രിക്കുന്നതാണ്. തെറ്റിലേക്ക് പോകുമ്പോൾ കാവൽ നൽകുന്നതാണ്, അവനെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന പദവി എന്ന് പറയുന്നത്. അതിന് ശേഷം അവിടുന്ന് പറയുകയാണ്, വഇൻ സഅലനി ലഉതിയന്നഹു വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു. എന്റെ
എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവിടുന്ന് അല്ലാഹു തആല പറയുകയാണ്, എന്നോട് എന്തെങ്കിലും കാര്യം അവൻ ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറാൻ വേണ്ടി ആ മനുഷ്യൻ ചോദിച്ചാൽ തീർച്ചയായും അവന് നൽകുന്നതാണ്. എന്തെങ്കിലും ഒരു വിഷമത്തിൽ നിന്ന് അവൻ കാവലിനെ ചോദിച്ചാൽ അവനിക്ക് ഞാൻ കാവൽ നൽകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഔലിയാക്കൾ ചെയ്ത കാര്യങ്ങൾ. ഔലിയാക്കളുടെ ജീവിതത്തിൽ അവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ അവർ തെറ്റുകളിൽ നിന്ന് ഒഴിവായവരായിരുന്നു. അവർക്ക് പ്രത്യേകമായ സംരക്ഷണം അല്ലാഹു നൽകിയിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? അവർ ദുനിയാവിനെ കുറിച്ച് ഒരുപാടൊന്നും ചിന്തിച്ചില്ല. അവരുടെ മനസ്സിൽ ദുനിയാവിന് അത്രയേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. അവർക്ക് ആ ദുനിയാവിനെ കുറിച്ച് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ദുനിയാവിലുള്ള വിഷമങ്ങൾ അവരുടെ വിഷമങ്ങളായിരുന്നില്ല. അവരുടെ വിഷമം ഒന്നേ ഉള്ളൂ, നാളെ ആഖിറത്തിൽ എന്റെ ഗതി എന്താകുമെന്ന് അവർ എല്ലാ സമയത്തും ചിന്തിച്ചവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല അത്രയും വലിയ പവർ നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഫർളാക്കിയ നിസ്കാരം, ഫർളാക്കിയ നോമ്പ്, ഫർളാക്കിയ സകാത്ത്, അതേപോലെ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്ന കർമ്മങ്ങൾ എല്ലാം കൃത്യമായി നിർവഹിച്ചാൽ അല്ലാഹുവിലെ അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അതേപോലെ അവന്റെ ജീവിതത്തിൽ സുന്നത്തായ കാര്യങ്ങള് അവൻ കൃത്യമായി ചെയ്തുകൊണ്ട് അവിടുന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നാൽ അല്ലാഹുവിന്റെ സ്നേഹം അവനിക്ക് ലഭിക്കുകയാണ്. ആ സ്നേഹം അവനിക്ക് ലഭിച്ചാൽ അവിടെയാണ് അല്ലാഹു തആല അവനിക്ക് വലിയ് എന്ന് പറയുന്ന പദവി നൽകുന്നത്. ആ വലിയ് എന്ന പദവി ലഭിച്ചപ്പോൾ പിന്നീടാണ് അല്ലാഹു തആല ആ മനുഷ്യനെ എല്ലാ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കുകയാണ്. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള സമയങ്ങള്, സന്ദർഭങ്ങള്, തൗഫീഖ് അല്ലാഹു നൽകുകയാണ്. അതിലൂടെ വീണ്ടും അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. അതിനുശേഷം അതാ അല്ലാഹു തആലയോട് ആ വലിയ എന്തെങ്കിലും ചോദിച്ചാൽ അല്ലാഹു തീർച്ചയായിട്ടും കൊടുക്കുമെന്നാ പറഞ്ഞത്. അതേപോലെ ഏതെങ്കിലും ഒരു വിഷമത്തിനെ അവിടുന്ന് അല്ലാഹുവിനോട് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് കാവല് വേണമെന്ന് പറഞ്ഞാൽ അല്ലാഹു അവിടുന്ന് കാവല് നൽകുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സ്ഥാനം കരസ്ഥമാക്കിയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അപ്പോൾ നമ്മൾ ആ ഔലിയാക്കളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഔലിയാക്കളോട് ചെയ്ത ഒരു വാഗ്ദാനമുണ്ട്. അതും തീർച്ചയായും ഞാൻ നൽകുമെന്ന് പറഞ്ഞതാ ആ വാഗ്ദാനമാണ്. ആ വാഗ്ദാന പ്രകാരം അല്ലാഹുവിനോട് ആ ഔലിയാക്കളെ മുമ്പിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവിടുന്ന് ഔലിയാക്കള് അവിടുന്ന് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഉദ്ദേശം നീ കരസ്ഥമാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മനുഷ്യന്റെ വിഷമങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാഹ് എന്നവിടുന്ന് ശുപാർശ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ കരസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ ആ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മഹാന്മാരുടെ തവസ്സുലാക്കിക്കൊണ്ട് അവിടുന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെക്കാളും അല്ലാഹുവിലേക്ക് അടുത്തവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ
പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അവിടുന്ന് ഔലിയാക്കളോട് തവസ്സുലാക്കി അല്ലാഹുവിനോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം പവറുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഔലിയാക്കളെ കുറിച്ച് വിശദീകരിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവർ, അവരൊക്കെയും ആഗ്രഹിച്ചത്, അവരൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നത്, അവരൊക്കെയും അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ആഖിറമാകുന്ന ലോകത്ത് വിജയം നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടി ആഗ്രഹിക്കണം എന്നാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ആഖിറമാകുന്ന ആ ലോകം അവന്റെ സ്വപ്നമായിരിക്കണം. നമുക്കൊക്കെ അറിയാം, നമ്മളോട് ആരോട് ചോദിച്ചാലും നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് പോകാനാണോ ഇഷ്ടം, അല്ല സ്വർഗത്തിലേക്ക് പോകാനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മറുപടി എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് തന്നെയായിരിക്കും. ആരും നരകത്തിലേക്ക് പോകണമെന്ന് ഒരാളും പറയൂല. അത്രത്തോളം സ്വർഗത്തിലേക്ക് ആഗ്രഹിക്കുന്ന നമ്മൾ ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദുനിയാവിന്റെ ആയുസ് അല്ലാഹു തആല നമുക്ക് കണക്കാക്കിയ ഒരു സമയം, ആ സമയത്ത് നമ്മളെല്ലാവരും അവിടുന്ന് ആഖിറത്തിലേക്ക് ഇങ്ങനെ മടങ്ങുന്ന സമയം, ആ സമയത്താണല്ലോ മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം അവിടുന്ന് റൂഹ് പിടിക്കുന്നത്. ആ റൂഹ് പിടിച്ചതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ പോകുന്നത് ഒരു വീട്ടിലേക്കാണ്, ഒരു പുതിയ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ആ ഖബർ നമ്മളോട് സംസാരിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ ആദ്യമായി നമ്മളോട് പറയുമത്രേ, അനബൈതുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. വബൈതുൽ വഹ്ദാ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. എന്റെ ഉള്ളിൽ നീ ഒറ്റക്കാണ്, നിന്റെ കൂടെ ആരുമില്ല കേട്ടോ. വബൈതുൽ ഖുർബാ, നിനക്ക് പരിചയമില്ലാത്ത ഒരു വീടാണ് ഈ വീട്. വബൈതുൽ മാ, ഇരുട്ടുള്ള വീടാണ് ഈ വീട്. ഈ വീട്ടിൽ നീ ഇനി ഒറ്റക്കാണ് കഴിയാൻ പോകുന്നത്. ഹാദാ മാ അഅദത്തു ലക ഫമാ അഅദത്ത ലീ, ഞാൻ നിനക്ക് ഒരുക്കി വെച്ചത് ഇതാണ്, എനിക്ക് വേണ്ടി നീ എന്ത് ഒരുക്കി വെച്ചു എന്ന് ഖബർ, ആ ഖബറിലേക്ക് പോകുന്ന മനുഷ്യരോട് ചോദിക്കും കേട്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഞങ്ങളെങ്ങാനും ഈ സമയത്ത് മരിച്ചുപോയാൽ നമ്മൾ എന്തായി തീരുമെന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്കാർക്കും ഈ ദുനിയാവെന്ന് പറയുന്നത് ശാശ്വതമല്ല. ഈ ദുനിയാവിൽ നമ്മൾ ഒരിക്കലും ശാശ്വതമായി നിൽക്കുന്നവരല്ല. നമ്മൾ ഇവിടെ നിന്ന് പോകാനുള്ളവരാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ അതിന്റെ സമയം നമ്മളോട് പറഞ്ഞിട്ടില്ല, ഏത് സ്ഥലത്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഏത് ദിവസമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഏത് വർഷമാണെന്ന് നമുക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരു സെക്കൻഡിലും നാളെ ആഖിറത്തിലേക്ക് പോകാനുള്ളവരാണ് നാം എന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്ത് ഇഖ്ലാസ് ഉള്ളതാകും കേട്ടോ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് നമ്മൾ കൈകെട്ടിയാൽ സലാം വീട്ടുന്നത് വരെ നമുക്ക് മറ്റെന്തെങ്കിലും ചിന്ത വരുമോ മുഅ്മിനീങ്ങളെ? ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോ മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള ചിന്ത വരൂല.
എല്ലാ സമയത്തും ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് മരണത്തെ ഓർമ്മയുണ്ടെങ്കിൽ, നാളെ ഖബറിലേക്ക് പോകണമെന്ന ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ആ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യൂല. അറിയില്ലേ, ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബറിന്റെ അരികത്ത് നിൽക്കുമ്പോൾ ഒരുപാട് പൊട്ടിക്കരയുമായിരുന്നു. ഖബറിനെ കുറിച്ച് കേട്ടാൽ വല്ലാത്ത കരച്ചിലായിരുന്നു. നരകം കേട്ടാൽ അത്ര കരച്ചിലില്ല, അതാ മഹ്ശറയെ കുറിച്ച് കേട്ടാൽ അത്ര കരച്ചിലൊന്നുമില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് കേട്ടാൽ അവിടുന്ന് പൊട്ടിക്കരയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവിടെ നിന്ന് ചുറ്റുമുള്ള സ്വഹാബികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ആഖിറമാകുന്ന ലോകത്തിലെ ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ ഒറ്റക്കാട്, ആരും കൂടെയില്ല. فإن نجا منه صاحبه فما بعده أيسر منه. ആ ഖബറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ, ഖബറിൽ നിന്ന് ആരെങ്കിലും വിജയിച്ചാൽ അതിന് ശേഷമുള്ള എല്ലാ വഴികളും അവർക്ക് എളുപ്പമാ. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദു അശദ്ദു. ആ ഖബറിൽ അവൻ രക്ഷപ്പെട്ടില്ല എങ്കിൽ, ആ ഖബറിൽ അവനിക്ക് ശിക്ഷയാണെങ്കിൽ, ഒരിക്കലും അവൻ ആ ഖബറിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എങ്കിൽ അതിന് ശേഷമുള്ള മഹ്ശറ, ഹിസാബ് എല്ലാം പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖബറിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്ത വേണം. അതേ, നമ്മൾ ആഖിറത്തിലേക്ക് ആഖിറത്തിൽ വിജയിക്കുന്നവരാകണമെന്ന ചിന്തയോടുകൂടെ ജീവിക്കുമ്പോ അതിലുള്ള ഖബറിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. മഹ്ശറ വൻസഭയെ കുറിച്ച് നമുക്ക് ചിന്ത വേണം. ഓരോ തെറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ആ തെറ്റ് ചെയ്താൽ നാളെ ആഖിറത്തിൽ എന്താണ് ശിക്ഷ ലഭിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കണം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് പറയും അത് ചെയ്യണ്ട, അത് ചെയ്യാനുള്ളതല്ല, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ 4 ഭാഗത്തേക്ക് നോക്കുന്നത്. ആ 4 ഭാഗത്തേക്ക് നോക്കിയതിന് ശേഷമാണ് ആരും കാണുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ തെറ്റിലേക്ക് മുന്നോട്ട് നീങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും കാണുന്നില്ലെങ്കിലും അവിടെ നിന്ന് അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടെ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഹിറാ ഗുഹയിൽ വെച്ച്, സൗർ ഗുഹയിൽ വെച്ച് അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടതായ രൂപത്തിൽ അവിടെ നിന്ന് ഗുഹയിൽ നിൽക്കുമ്പോ അതാ മുകൾ ഭാഗത്തിൽ നിന്ന് ശത്രുവിന്റെ കാൽപാദം കാണുന്നു. എങ്ങാനും ആ മനുഷ്യൻ താഴേക്ക് നോക്കിയാലോ നമ്മുടെ അവസ്ഥ എന്താകും നബിയേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, നമ്മൾ 2 ആളാണെങ്കിൽ 3ാമത്തെ ആളാകുന്ന അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് സിദ്ദീഖേ.
എന്ന് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന ധൈര്യം ഏത് കാര്യത്തിനും എൻ്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്നുള്ള ചിന്തയായിരുന്നു. അതേ ചിന്തയോടുകൂടെ ജീവിച്ചവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. അതേപോലെ തന്നെയാണ് നമ്മളോടും അതേപോലെ ജീവിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്ത വേണം. അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അതേപോലെ അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും എല്ലാം വന്നു. പക്ഷേ നമുക്കിനി എങ്ങനെയാണ് സൽക്കർമ്മത്തിലേക്ക് പോവാ? അള്ളാഹു അത് സ്വീകരിക്കുമോ? ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? അള്ളാഹു സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വീകരിക്കും. പക്ഷെ അതിൻ്റെതായ രൂപത്തിൽ ചെയ്യണമെന്ന് മാത്രം. കഴിഞ്ഞുപോയ ദോഷങ്ങളെ കുറിച്ചെല്ലാം ഖേദിച്ചുകൊണ്ട് ഇനി മുതൽ ആ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്നേ വരെ ആരെക്കുറിച്ചെല്ലാം നമ്മൾ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞിട്ടുണ്ടോ എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് എല്ലാം ക്ലിയറാക്കി, നിസ്കാരം ഖളാ വീട്ടാനുള്ളതെല്ലാം ഖളാ വീട്ടി, സകാത്ത് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു വീട്ടി, നോമ്പ് ഖളാ വീട്ടാനുള്ളതെല്ലാം ഖളാ വീട്ടി, എല്ലാം ക്ലിയറാക്കി പിന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു തആല ആ തൗബ സ്വീകരിച്ചു എന്ന് വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെ എന്താണ് പേടിക്കാനുള്ളത്? ആ തൗബ ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ബഹുമാനപ്പെട്ട അശ്ശരിയ സഖാഫി ഉസ്താദ് അവർകൾ സിയാറത്ത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കടന്നു വരും. അതുവരെ നമ്മുടെ വിഷയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധിയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും, അതേപോലെ തൗബ ചെയ്യുന്ന ആളുകളെയും അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ നന്മ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂല, അതുകൊണ്ട് ഞാൻ ഇതേപോലെ തന്നെ പോയാ മതി, അങ്ങനെ ജീവിതം നീങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. മറിച്ച് നമ്മൾ എത്ര തെറ്റുകൾ ചെയ്ത ആളാണെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ മുന്നിലേക്കൊന്ന് കൈനീട്ടിയാൽ, വളരെ ഖേദത്തോടെ വേദനയോടുകൂടെ നമ്മൾ അല്ലാഹുവിലേക്ക് കൈനീട്ടിയാൽ അല്ലാഹു തആല ഒരിക്കലും നമ്മളെ തട്ടിക്കളയില്ല. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തോടുകൂടെ നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ആഖിറത്തിൽ വലിയ വിജയം കരസ്ഥമാക്കുന്ന ആളുകളായി മാറണം. അതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ശ്രമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് കാലത്ത് ഒരു ബസറ എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നാട്ടുകാർക്കെല്ലാം അവന് വെറുപ്പാണ്. അവനെ കണ്ടാൽ അവിടുന്ന് ഓടിപ്പോവും, അത്രത്തോളം വെറുപ്പാണ് ആ മനുഷ്യനെ കണ്ടാൽ. കാരണം ആ മനുഷ്യൻ ഒരുപാട് തെറ്റ് ചെയ്യുന്ന തെമ്മാടിയായ മനുഷ്യനായിരുന്നു, അറിയപ്പെട്ട തെമ്മാടിയാണ്. പക്ഷേ ആ മനുഷ്യൻ ബസറയിൽ വെച്ച് മരണപ്പെട്ടപ്പോ, ആ മരണപ്പെട്ട സമയത്ത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. സ്വന്തം ഭാര്യ അവിടെ നിന്ന് വിഷമിക്കുകയാണ്. ആരും തന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോ മയ്യത്ത് നിസ്കരിക്കണമല്ലോ, അതേപോലെ മറമാടണമല്ലോ, കഫൻ ചെയ്യാറുണ്ട്, എല്ലാ കാര്യം കുളിപ്പിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഒറ്റ ഒരു പെണ്ണ്, അതായത് ഭാര്യ മാത്രമേ അവിടെ നിന്ന് ഉള്ളൂ. ആ സമയത്തതാ 2 കൂലിക്കാരെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്നതാ ഭാര്യ ഈ മയ്യത്തിനെ മറമാടാൻ വേണ്ടി മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരും അതിനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ്, പൈസ കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ടാണ് അവിടെ നിന്നതാ ആ മയ്യത്തിനെ ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ
അവിടെ ദാ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ആ മനുഷ്യൻ കണ്ടാൽ വെറും പാവപ്പെട്ട മനുഷ്യനാണ്. ആ മനുഷ്യൻ മനുഷ്യനെ കണ്ടപ്പോൾ അവിടുന്ന് ഈ മരിച്ച മനുഷ്യന്റെ ഭാര്യയ്ക്ക് തോന്നിപ്പോയി, ഈ മനുഷ്യൻ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് പോയപ്പോൾ ഞാനതാ ഒരു മയ്യത്തിനെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നാലിന്നാരെ ഒരു മനുഷ്യൻ ഇന്നാലിന്ന സ്ഥലത്ത് മരിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ പേരിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. അതേ, ആ മനുഷ്യൻ അവിടെ കാത്തു നിൽക്കുന്നു. ഈ മരിച്ച മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ്. വളരെ പരിത്യാഗിയായ ഇബാദത്ത് കൊണ്ട് മുഴുങ്ങിയ നല്ല ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. അവിടെ നിന്നതാ ഈ മയ്യത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോ നാട്ടുകാരെല്ലാം ഓടി വന്ന് ഈ മനുഷ്യന്റെ പിന്നിൽ നിന്നുകൊണ്ട് ജമാഅത്തായിട്ട് അവിടെ നിന്ന് മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട അശ്ശരിയ സഖാഫി ഉസ്താദ് അവர்கள் കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് അവരുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ മയ്യത്ത് നിസ്കരിച്ചപ്പോ കൂടെയുള്ള നാട്ടുകാരൊക്കെ മയ്യത്ത് നിസ്കരിച്ചു. ആ മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം അവിടുന്ന് നാട്ടുകാർ ചോദിച്ചു, എന്തേ ഈ മനുഷ്യൻ ഈ മയ്യത്തിന് വേണ്ടി കാത്തു നിന്നത്? കാത്തു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവിടെ നിന്നതാ ആ മയ്യത്ത് നിസ്കരിക്കാൻ നേതൃത്വം നൽകിയ ആ നല്ല മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ് ഭാര്യയോട്, എന്താണ് ഈ മനുഷ്യൻ ചെയ്ത നല്ല കാര്യം? എനിക്ക് ഇന്നലെ രാത്രി സ്വപ്നം കാണണമെങ്കിൽ ഈ മനുഷ്യൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്താണ് നല്ല കാര്യമെന്ന് ചോദിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഭാര്യ പറയുന്നു, 3 കാര്യങ്ങളാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല കാര്യം. എന്താണ് ആ 3 കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുമെങ്കിൽ നമ്മളത് പതിവാക്കാൻ നോക്കണേ. ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ആ മയ്യത്തിനെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഒരാൾ അള്ളാഹു നിശ്ചയിച്ചത് ഇതിന്റെ കാരണം കൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് ജീവിതം പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചുകൂടാ. ആ മനുഷ്യൻ ചെയ്ത 3 കാര്യം: 1, സുബഹി നിസ്കാരം എപ്പോഴും ജമാഅത്തായി നിസ്കരിക്കുന്ന ആളായിരുന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്. അതേപോലെ 2ാമത്തെ കാര്യോ, എല്ലാ ദിവസവും ആ മനുഷ്യന്റെ വീട്ടില് ഒരു യത്തീം കുട്ടി അല്ലെങ്കിൽ 2 യത്തീം മക്കള് അവിടുന്ന് വന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. സ്വന്തം മക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനേക്കാളും വളരെ ലാളിത്യത്തോടെ സ്നേഹത്തോടെ യതീം മക്കൾക്ക് ഭക്ഷണം നൽകുന്ന മനുഷ്യനായിരുന്നു. 3ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത്. രാത്രി എഴുന്നേറ്റുകൊണ്ട് അവിടുന്ന് ചെയ്തു പോയ ദോഷങ്ങളെല്ലാം വിചാരിച്ച് കരഞ്ഞുകൊണ്ട് അവിടുന്ന് അല്ലാഹുവോട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, നിന്റെ നരകമാകുന്ന കത്തിയാളുന്ന ആ നരകത്തിൽ മൂലകളിൽ വെച്ച് ഏത് മൂലയാണ് എനിക്ക് നീ ഒരുക്കി വെച്ചത് റബ്ബേ എന്നവിടുന്ന് കരഞ്ഞുകൊണ്ട് രാത്രി അള്ളാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കുമായിരുന്നു എന്ന് ഭാര്യ അവിടുന്ന് ആ നല്ല ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനോട് പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏത് സാഹചര്യം കിട്ടുന്നുവോ അതെല്ലാം ഉപയോഗപ്പെടുത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുക. ആ സൽക്കർമ്മങ്ങൾ ചെയ്തിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്താൽ നാളെ ആഖിറത്തിൽ വിജയിക്കാൻ അത് മതിയല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം നാളെ ആഖിറത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് നമുക്ക് ഔലിയാക്കൾ പഠിപ്പിച്ചതുപോലെ, അമ്പിയാക്കൾ പഠിപ്പിച്ചതുപോലെ, മഹാന്മാര് പഠിപ്പിച്ചതുപോലെ അതേ ശൈലിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ വിജയിക്കണമെന്ന ചിന്തയോടുകൂടെ നമ്മളെല്ലാവരും ജീവിക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
എൻ്റെ കടമ എന്ന് പറയുന്നത് ഈ വേദി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന ഖുർആൻ ആയത്തുകൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.